ഹലോ, നമസ്കാരം. എന്റെ പേര് റിനു. ചില വ്യക്തികളെ കാണുമ്പോഴോ അവരോട് സംസാരിക്കുമ്പോഴോ അവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഫീൽ ചെയ്യും അല്ലെ? ചിലരുടെ നടത്തം, ഇരുത്തം, അവർ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവരിലേക്ക് ആകർഷിക്കപ്പെടും. നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നും. അവരുടെ പെരുമാറ്റത്തിന്റെ ഭംഗി കൊണ്ടാണ് അത്. നമുക്കും ഇതുപോലെ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന, മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമുക്കറിയാവുന്നതാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ അത് ചെയ്യാനായിട്ട് മറന്നുപോകും. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്കും നേടാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ സംസാര രീതി. സംസാരിക്കുമ്പോൾ നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് സംസാരിക്കുക. അതുപോലെ തന്നെ അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ സംസാരിക്കുക. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തോളത്ത് കൈയിട്ടും കൈപിടിച്ചൊക്കെ സംസാരിക്കും. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ സംസാരിക്കുന്നതാണ് വളരെ നല്ലത്. അതുപോലെ തന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. അവർക്ക് പറയാനുള്ള ആ ഒരു ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക. കണ്ടതിലും കേട്ടതിലും ഒക്കെ അഭിപ്രായം പറയാതെ ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മൾ സംസാരിക്കുക. നമ്മുടെ ആ ഒരു മറുപടി അവിടെ ആവശ്യമാണോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം നമ്മൾ സംസാരിക്കുക. സംസാരിക്കുമ്പോഴോ മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക. വളരെ ശബ്ദം കുറച്ച് സംസാരിക്കാനായിട്ട് ശീലിക്കുക. ഒത്തിരി പേര് കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരാളും മിതമായിട്ട് സംസാരിക്കുന്ന ഒരാളും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് മിതമായി സംസാരിക്കുന്ന ഒരാളോടായിരിക്കും. മറ്റേ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരാൾ വളരെ ഇറിറ്റേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക. അതുകൊണ്ട് മിതമായി സംസാരിക്കുന്നത് നല്ലൊരു വ്യക്തിത്വത്തിന്റെ സൈനാണ്. അടുത്തൊരു കാര്യമാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. മറ്റുള്ളവരോട് എസ്പെഷ്യലി പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ, എന്താ വണ്ണം വെക്കാത്തെ, കഴിക്കാനൊന്നും കിട്ടുന്നില്ലേ, കുട്ടികൾക്കൊന്നും കൊടുക്കുന്നില്ലേ, കുട്ടികളൊക്കെ വളരെ മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, കല്യാണം കഴിഞ്ഞ ഉടനെ കാണുന്നവരെ ആണെങ്കിൽ എന്താ കുട്ടികളൊന്നും ഇതുവരെ ഉണ്ടായില്ലേ, ഇപ്പൊ ഒന്നും വേണ്ടാന്ന് വെച്ചേക്കുവാണോ, ഇനി പ്രവാസികൾ ലീവിന് വന്നിരിക്കുകയാണെങ്കിൽ അവരോട് എന്നാ തിരിച്ചു പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇനി ചെയ്യാൻ പരിപാടി. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുക. അത് നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഗുണമാണ്. ഇനി വേറൊരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വളരെ പങ്ക്ച്വൽ ആയിരിക്കണം. അതായത് പങ്ക്ച്വാലിറ്റി ഉള്ള ഒരു വ്യക്തി സ്വന്തം വാല്യൂ ചെയ്യുന്ന മനുഷ്യനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയുമായിരിക്കും. അപ്പോൾ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഒരു ഗുണമാണ്. അടുത്തൊരു കാര്യമാണ് ഓപ്പൺ മൈൻഡ് ആയിരിക്കുന്നത്. ഓപ്പൺ മൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു വ്യക്തി നന്നായിട്ട് ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്ന കണ്ടു കഴിഞ്ഞാല് നമ്മൾ മറ്റുള്ളവരോട് ആ വ്യക്തി നന്നായി ഡ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ചിരിച്ചുകൊണ്ട് ആ വ്യക്തിയോട് തന്നെ നമുക്ക് പറയാം, ഇന്ന് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സ് നന്നായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിയുടെയും കോൺഫിഡൻസ് ലെവൽ കൂടും, നമുക്കും ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോ അത് പറയേണ്ട രീതിക്ക് നല്ല രീതിയിൽ അവരോട് തന്നെ നേരിട്ട് പറയുന്നത്, അതാണ് ഓപ്പൺ മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് സദസ്സിൽ രഹസ്യം പറയരുത്. ഒത്തിരി പേര് കൂടിയിരിക്കുന്ന സ്ഥലത്ത് ആരുടെയെങ്കിലുമൊക്കെ ചെവി പോയിട്ട് ഇങ്ങനെ രഹസ്യം പറയുക, അത് ഒരു നല്ല പേഴ്സണാലിറ്റിയുടെ സൈൻ അല്ല. ഇനി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തിയാണ് നമ്മളോട് വന്ന് രഹസ്യം പറയുന്നതെങ്കിൽ നമ്മൾ അതിന് മറുപടി പറയാതെ ചിരിച്ചുകൊണ്ട് അവോയ്ഡ് ചെയ്യുക. അതും നല്ല ഒരു ഗുണമാണ്, നല്ല വ്യക്തിത്വത്തിന്റെ ഗുണമാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വ്യക്തികളുണ്ട്, മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, ഫേസ്ബുക്കിൽ എന്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം തപ്പി നടക്കുന്നവരുണ്ട്. അപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ആ ജിജ്ഞാസ അത് ഒഴിവാക്കുക. നമ്മളെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. ഇനി അതുപോലെ തന്നെയാണ് ചിലരുണ്ട്, വികാരങ്ങൾ, അതായത് സങ്കടം വന്നാല്, സന്തോഷം വന്നാല്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങള്, അതുപോലെ കുടുംബത്തെന്തെങ്കിലും നടന്നാൽ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവർ പരമാവധി അത് ഒഴിവാക്കുക. ഇതൊക്കെ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഗുണങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ പലപ്പോഴും നമ്മളിത് മറന്നു പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളും മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയായിരിക്കും. താങ്ക് യു.